കോഴിക്കോട് ഷാഹിദ ബീഗം അരുണാചൽ നിന്നും 3 പുതിയ സസ്യങ്ങൾ കൂടി കണ്ടെത്തിയവരിൽ മലയാളികളും ഗുരുതര വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെ വിഭാഗത്തിലാണ് ഇവയെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഗാർഡൻ പ്ലാന്റുകളായി ഉപയോഗിക്കുന്ന വിഭാഗത്തിലുള്ളതാണ് ഇവ എന്നാണ് ശാസ്ത്രജ്ഞരുടെ വിലയിരുത്തൽ. കൂടുതൽ പഠനങ്ങളിലൂടെ മാത്രമേ ഇവയുടെ കൂടുതൽ സവിശേഷതകൾ കണ്ടെത്താനാവുകയുള്ളൂ. സസ്യശാസ്ത്ര ലോകത്ത് നിന്ന് 3 പുതിയ സസ്യങ്ങളെ കൂടി പരിചയപ്പെടുത്തി മലയാളിപ്പെട്ട ഗവേഷണ സംഘം. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ അരുണാചൽ പ്രദേശ് റീജിയണൽ സെന്ററിൽ നിന്നും സീനിയർ റിസർവേഷൻ അസിസ്റ്റന്റും മലയാളിയുമായ അക്ഷയ് സേനായി ഉൾപ്പെട്ട സംഘമാണ് രണ്ട് ഇനങ്ങളിലുള്ള 3 പുതിയ സസ്യങ്ങളെ കണ്ടെത്തിയത്. ഗുരുതര വംശനാശ ഭീഷണി നേരിടുന്ന വിഭാഗങ്ങളുടെ കൂട്ടത്തിൽ ആണ് ഇവയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അരുണാചൽ പ്രദേശ് ഉൾപ്പെടുന്ന വടക്കു കിഴക്കൻ ഹിമാലയ നിരകളിലെ വനപ്രദേശങ്ങളിൽ 2022 മുതൽ പല തവണകളിൽ ആയി നടത്തിയ സർവേകളിലാണ് പുതിയ സസ്യങ്ങളെ കണ്ടെത്തുന്നതിന് വഴി ഒരുക്കിയത്. ഗാർഡൻ പ്ലാന്റുകളുമായി ഉപയോഗിക്കുന്ന വിഭാഗത്തിലാണ് ഈ സസ്യങ്ങൾ എന്നാണ് വിലയിരുത്തൽ. കൂടുതൽ പഠനങ്ങളിലൂടെ മാത്രമേ ഇവയുടെ കൂടുതൽ സവിശേഷതകൾ കണ്ടെത്തുവാനാവുകയുള്ളൂ. പുതിയതായി കണ്ടെത്തിയവയിൽ 2 സസ്യങ്ങൾ ജസ്നറിയേസിയെ സസ്യകുടുംബത്തിൽ ഉൾപ്പെടുത്തുന്നതാണ്. എസ്കിനാൻസ് ആൻഡസ് മവോയി, പെട്രോകോസ്മിയ അരുണാചലെൻസിസ് എന്നിങ്ങനെയാണ് ഈ സസ്യങ്ങൾക്ക് പേര് നൽകിയിരിക്കുന്നത്. പടർന്ന വള്ളികളിൽ ചുവന്ന നിറങ്ങളിൽ ഉള്ള പൂക്കളോട് കൂടിയാണ് കാണപ്പെടുന്നത്. എസ്കിനാന്തസ് മവോയി എസ്കിനാന്തസ് ജനുസിൽപ്പെട്ട ചില സ്പീഷീസുകളെ ലിപ്സ്റ്റിക് സസ്യങ്ങളെന്നും വിളിക്കാറുണ്ട്. ദിബാംഗ് വാലി ജില്ലയിലെ ഹില്ലി പ്രദേശത്തു നിന്നാണ് ഈ സസ്യങ്ങൾ കണ്ടെത്തിയത്. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ഡോക്ടർ മാവോയുടെ ബഹുമാനാർത്ഥമാണ് സസ്യങ്ങൾക്ക് മവോയി എന്ന് വിളിപ്പേര് നൽകിയിട്ടുള്ളത്. അക്ഷയും BSLയിലെ തന്നെ ശാസ്ത്രജ്ഞയായ മാനസ് രഞ്ജൻ ദത്ത, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ബോട്ടണി മേധാവി ഡോക്ടർ സന്തോഷ് നമ്പി, റിസർച്ച് സ്കോളറായ MK അഖിൽ എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് കണ്ടെത്തലിന് പിന്നിൽ. പെട്രോകോസ്മിയ അരുണാചലീസെൻസ് എന്ന് നാമകരണം ചെയ്യപ്പെട്ട സസ്യം വെസ്റ്റ് കമെന്റ് ജില്ലയിലെ മൻട്ല എന്ന പ്രദേശത്തു നിന്നാണ് കണ്ടെത്തിയത്. ചെറിയ നീലപ്പൂക്കളുള്ള ഈ ചെടി സാധാരണയായി നനവുള്ള പാറകളിൽ പറ്റിപ്പിടിച്ച് വളർന്നുകയാണ്. അക്ഷയിന് പുറമെ BSIയിലെ ശാസ്ത്രജ്ഞനായ ഡോക്ടർ കൃഷ്ണ ചൗള, പ്രൊജക്ട് ഫെല്ലോ അജിത് റേ എന്നിവർ ആണ് പെട്രോകോസ്മിയ സസ്യ കണ്ടെത്തലിന് പിന്നിൽ പ്രവർത്തിച്ച അംഗങ്ങൾ. മൂന്നാമത്തെ സസ്യം വെസ്റ്റ് കമെന്റ് ജില്ലയിലെ മുന്ന ക്യാമ്പിന് സമീപമാണ് കണ്ടെത്തിയത്. കിഴക്കൻ ഹിമാലയ മേഖലയിലെ വൈവിധ്യ പഠനങ്ങളിൽ പരിസ്ഥിതി ശാസ്ത്രത്തിലും പ്രവർത്തിച്ച ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ സുധാൻശു ശേഖർ ദാസിന്റെ പേരാണ് സസ്യത്തിനിട്ടിരിക്കുന്നത്. ഡോക്ടർ കൃഷ്ണ ചൗളു, റഷ്യയിൽ നിന്നുള്ള മക്സിം നുറലേവ് എന്നിവരാണ് സംഘത്തിലെ മറ്റ് അംഗങ്ങൾ. എറണാകുളം പാലപ്പുഴ സ്വദേശിയായ അക്ഷയ് സേനായി മറ്റ് 3 സസ്യങ്ങൾ കണ്ടെത്തുന്ന സർവേകളിൽ അംഗമായിരുന്നു. ആലുവ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ബിരുദവും ബിരുദാനന്തര ബിരുദം നേടിയതാണ് അക്ഷയ്. ശേഷം 2 വർഷത്തോളം മല്യങ്കരസനം കോളേജിലും 1 വർഷത്തോളം കേരള വന ഗവേഷണ കേന്ദ്രത്തിൽ താൽക്കാലികമായി ജോലി ചെയ്തു. തുടർന്നാണ് ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അരുണാചൽ പ്രദേശ് റീജിയണൽ സെന്ററിൽ ജോലി പ്രവേശിച്ചത്. ധനലക്ഷ്മിയാണ് ഭാര്യ.